മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ ജിസയിൽ നോമിനേഷനിൽ വന്നിട്ട് 2 ആഴ്ചയായി. അതായത് 14 ദിവസമായി ജിസയിൽ സേഫാണ്. സീസൺ 7 തുടങ്ങിയിട്ട് 50 ദിവസം പിന്നിട്ടു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്ന് സ്വന്തം ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അക്ബറും അനുമോളും ഒനീലും അഭിലാഷും എല്ലാം സംസാരിക്കുകയാണ്. ജിസയിൽ നോമിനേഷനിൽ വരാത്തതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അഭിലാഷ് കഴിഞ്ഞ തവണ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയാണ്. ഒരു കണ്ടസ്റ്റൻ്റ് നോമിനേഷനിൽ വരണമെങ്കിൽ ആ വ്യക്തിക്ക് 2 വോട്ടുകൾ വേണം. ജിസേലിനെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തു. ആരെങ്കിലും ഒരാളും കൂടി നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ജിസേല് ഈ വീക്ക് നോമിനേഷനിൽ വരുമായിരുന്നു എന്നാണ് അഭിലാഷ് പറയുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് വളരെ സങ്കടപ്പെട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ ആഴ്ച നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് 9 വോട്ട്, അതിലൊരു വോട്ട് ജിസേലിനുണ്ടായിരുന്നെങ്കിൽ ജിസേൽ നോമിനേഷനിൽ വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒനീൽ പറയുന്നതും അതുതന്നെയാണ്, ഇവളെയൊക്കെ നോമിനേറ്റ് ചെയ്ത് വിടണം, ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, ഇനി ആലു പൊറോട്ടയൊന്നും ഉണ്ടാക്കി തന്നിട്ട് കാര്യമില്ല. അതായത് ജിസേൽ എല്ലാവർക്കും സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെ ആണുങ്ങളെല്ലാം മയക്കി വെച്ചിരിക്കുകയാണെന്നാണ് പൊതുവെ ഒരു പറച്ചിൽ. ഹൗസിനുള്ളിൽ ഇവർ തന്നെ പറയുന്നതാണ് അങ്ങനെ സോപ്പിട്ട് സേഫ് ഗെയിം കളിക്കുകയാണ് ജിസേൽ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ആദ്യം ജിസേലിൻ്റെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങിച്ച് കഴിച്ചവർ പോലും ഇപ്പോൾ ജിസേലിന് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. എന്തായാലും 4 പേരും കൂടി വലിയ പ്ലാനിങ്ങിലാണ്. പിന്നെ ഒരു കണക്കിന് എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരുന്നതും നല്ലതാണ്. ഇങ്ങനെ 1-2 ആഴ്ച സേഫായിട്ട് ഇരിക്കുമ്പോൾ മറ്റുള്ളവരും കരുതുന്നത് അത് തന്നെയായിരിക്കും, ഇവർ വീക്ക് പ്ലെയർ ആണെന്നായിരിക്കും കരുതുന്നത്. അക്ബറും ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്നു തുടങ്ങി, പല കാര്യങ്ങൾക്കും ജിസേലിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ജിസേലിനെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം അഭിലാഷും ഒനിയിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വാക്കുപോലും എതിർത്ത് സംസാരിക്കുന്നില്ല. പിന്നെ അക്ബർ പറയുന്നത്, ഞാൻ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഷാനവാസ് ആയിരിക്കും. കാരണം എനിക്കത് മനസ്സിൽ നിന്നും മാറുന്നില്ല. ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തിട്ട് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എനിക്കത് മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഉറപ്പായിട്ടും ഷാനവാസിനെ ആയിരിക്കും ഞാൻ ഒരെണ്ണം നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോഴും അക്ബർ രണ്ടാമതാരാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നോമിനേഷനെ കുറിച്ചുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിൽ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിൻ്റെ റൂളാണ്. ചിലപ്പോൾ അതുകൊണ്ടാവാം അക്ബർ ജിസേലിനെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് കരുതുന്നത്. അത് അക്ബറിൻ്റെ വായിൽ നിന്നും പലതവണ വന്നിട്ടുള്ളതാണ്. അക്ബറിന് സ്ട്രോങ് പ്ലെയറിനെയും ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടും ചിലപ്പോൾ അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെ തിങ്കളാഴ്ച നോമിനേഷൻ നടക്കുന്ന ദിവസമാണ്. നാളത്തെ ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.